എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒന്ന് രണ്ട് ചെറിയ ടിപ്പ് തരാൻ വേണ്ടിയാണ്. വേറൊന്നുമല്ല, നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ നിത്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു സാധനമാണ് നമ്മുടെ അയൺ ബോക്സ്. അപ്പോഴുള്ള ഈ അയൺ ബോക്സ് കംപ്ലൈൻറ്റ് ആയാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഉടനെ തന്നെ അത് സർവീസ് സെൻറ്ററിൽ കൊണ്ടു കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റി പുതിയ ഒരെണ്ണം വാങ്ങുക. ഇത് രണ്ടെണ്ണമാണ് നമ്മൾ നോർമലി ചെയ്യാറുള്ളത്. ബട്ട് സർവീസ് സെൻറ്റർ നമുക്കറിയാം, നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ പോലും ഒരു 500 രൂപ തൊട്ട് 1000 രൂപ വരെ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകാറുണ്ട്. ഒരു അയൺ ബോക്സ് കംപ്ലൈൻറ്റ് ആയാൽ നമ്മൾ മാറ്റി വാങ്ങുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ സർവീസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്തെടുത്താൽ ഇതിൻ്റെ റിയൽ ഫോൾട്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഇൻ കേസ് അതിൻ്റെ ഫ്യൂസ് പോയതാകാം, അല്ലെങ്കിൽ വയർ ഡാമേജ്, അങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളും നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ശരിയാക്കി എടുക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ വെറുതെ ഈ പറയുന്ന 500-1000 കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇൻ കേസ് അതിൻ്റെ കോയിൽ പാർട്ടാണ് കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പിന്നെ മാറ്റി വാങ്ങിച്ചേ പറ്റൂ, അല്ലെന്നുണ്ടെങ്കിൽ സർവീസ് ചെയ്തേ പറ്റൂ. ഇതെങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ ഇതിൽ അയൺ ബോക്സിൽ വരുന്ന ഫോൾട്ട് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അയൺ ബോക്സ് കംപ്ലൈൻറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് 3 രീതിയിലാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഒന്നെന്ന് പറയുന്നത് അതിൻ്റെ പവർ പ്ലഗിൻ്റെ അകത്തൊരു ഫ്യൂസ് വരുന്നുണ്ട്. ആ ഒരു ഫ്യൂസ് പോർഷൻ കംപ്ലൈൻ്റ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. രണ്ടാമത് ഈ പറയുന്ന കേബിളിൽ എവിടെയെങ്കിലും ബ്രേക്ക് ആയതോ അല്ലെന്നുണ്ടെങ്കിൽ ബേണിംഗ് സിമ്പിൾ എന്തെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേബിൾ തന്നെ മാറ്റേണ്ടി വരും. പിന്നെ മൂന്നാമത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഹീറ്റിംഗ് കോയിലാണ്. അപ്പം അങ്ങനെ 3 ഭാഗങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഈ പറയുന്ന അയൺ ബോക്സ് കംപ്ലൈൻ്റ് ആയാൽ ചെക്ക് ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം ഇതിൻ്റെ ഫ്യൂസ് കംപ്ലൈൻ്റ് ആണോ ഇല്ലയോ എന്നൊന്നും ചെക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഇതൊന്നും അഴിക്കേണ്ടി വരും. ഇതാണ് അതിൻ്റെ ഫ്യൂസ്. പക്ഷേ നമുക്ക് ആദ്യം ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു മൾട്ടിമീറ്ററിൻ്റെ ആവശ്യം വരും. അത് മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി മോഡിലിട്ടിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. കാണാൻ പറ്റും, അതിലൂടെ റീഡിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇവിടെ ഫ്യൂസ് കംപ്ലൈൻറ്റ് ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഫ്യൂസിൻ്റെ സൈഡ് കംപ്ലൈൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് വയറിംഗ് ആണ്. വയറിങ്ങിൻ്റെ എവിടെയെങ്കിലും ബ്രേക്കേജ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ചെക്ക് ചെയ്യേണ്ടി വരും. കേബിൾ ചെക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആദ്യം ഇതിൻ്റെ പുറക്കൊന്ന് അഴിക്കേണ്ടി വരും. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിൻ്റെ എർത്ത് പോർഷനാണ്, ഇത് അതിൻ്റെ ഫേസ്, ഇത് ന്യൂട്രൽ, ഇത് അതിൻ്റെ കണക്ഷൻ, 3 കണക്ഷൻ. അപ്പം നമുക്ക് ഈ പറയുന്ന കണ്ടിന്യൂറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ പറയുന്ന കേബിൾ വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പറയുന്ന അയൺ ബോക്സിൻ്റെ കേബിളാണ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അതിനിപ്പം നമുക്ക് വേണ്ടത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു മൾട്ടിമീറ്റർ അതിൻ്റെ കണ്ടിന്യൂറ്റി മോഡിലിട്ട ശേഷം നമുക്ക് ഓരോ വയറിംഗ് ആയിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ഈ പറയുന്ന ഗ്രീൻ വയർ, അത് ഗ്രീൻ എന്ന് പറയുന്നത് ന്യൂട്രൽ പോർഷനാണ്. നമുക്ക് ന്യൂട്രൽ പോർഷൻ ചെക്ക് ചെയ്യാം. ഇവിടെ ഗ്രീനിൽ ഈ കേബിൾ നമ്മുടെ മൾട്ടിമീറ്ററിൻ്റെ പിന്ന് വെച്ച ശേഷം അത് ഈ വരുന്ന എൻഡിൽ ഗ്രീനിൽ ടച്ച് ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ ഈ മൾട്ടിമീറ്ററിൻ്റെ റീഡിങ് മാറുന്നുണ്ടോ ശ്രദ്ധിക്കുക. മാറുന്നുണ്ടെങ്കിൽ ഈ വയർ ഗ്രീൻ വയർ, അതായത് ന്യൂട്രൽ പോർഷൻ കുഴപ്പമില്ല. പിന്നെ നമുക്ക് അതേപോലെ ചെക്ക് ചെയ്യേണ്ടതാണ് നമ്മുടെ ഫേസ് പോർഷൻ. ഫേസ് പോർഷനിൽ നമ്മൾ ഇതേപോലെ ഇത് വെച്ച ശേഷം ഫേസ് പോർഷനിൽ നമ്മൾ വെച്ച് നോക്കുക. വയ്ക്കുമ്പോൾ നമുക്ക് റീഡിങ് വരുന്നില്ല. കണ്ടോ, നമുക്ക് റീഡിങ് വരുന്നില്ല എന്ന് എന്ത് മനസ്സിലാക്കാം? നമുക്കിവിടെ ഈ പറയുന്ന ഫേസ് കേബിളിൽ എവിടെ ബ്രേക്കേജ് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമുക്ക് എർത്തിൽ അങ്ങനെ പ്രശ്നം വരാറില്ല. എന്നിട്ട് നമുക്ക് എർത്ത് പോർഷൻ കൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. എർത്ത് പോർഷനിൽ റീഡിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എർത്ത് പോർഷൻ, ഇപ്പം ഈ പറയുന്ന ഫേസ് പോർഷനിലാണ് കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നത്. ഫേസ് ഓവറിങ്ങിലാണ് ഇപ്പം കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ പറയുന്ന കേബിളിലാണ് കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ പറയുന്ന അയൺ ബോക്സിൻ്റെ കേബിൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് എത്ര മീറ്റർ എന്ന് വെച്ചാൽ നമുക്ക് ആ മീറ്റർ കണക്കുന്ന മുറിച്ച് കിട്ടും. നമുക്ക് ആ മുറിച്ച് കൊണ്ടുവന്ന ശേഷം നമുക്കിത് കണക്ഷൻ കൊടുക്കാവുന്നതാണ്. ഇവിടെ നമ്മളങ്ങനെ കടകളിൽ പോയിട്ട് കേബിൾ വാങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് കയ്യിലുള്ള കേബിൾ ആദ്യം നല്ല കേബിളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും കേബിൾ എത്രത്തോളം പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയ കാര്യം കൂടി നമുക്ക് ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല. നമ്മുടെ ഈ പറയുന്ന നോർമലി നമുക്ക് ഈ ബ്രേക്കേജ് വരുന്ന ഭാഗമെന്ന് പറയുന്നത് ഒന്ന് ഇതിൻ്റെ ടോപ്പ്
ടോപ്പ് ഭാഗത്ത് അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബോട്ടം ഭാഗത്തിൻ്റെ സൈഡുകളിലാണ് നോർമലി ഈ പറയുന്ന ബ്രേക്കേജ് വരാനുള്ള ചാൻസ്. പറയുന്ന കേബിൾ മൊത്തത്തിലൊരു ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഈ പറയുന്ന ചെറിയ ബഡ്ജോ അല്ലെന്നുണ്ടെങ്കിൽ ബ്രേക്കേജോ അല്ലെങ്കിൽ പറഞ്ഞ് ബേൺ ആയിരിക്കും എന്തെങ്കിലും അങ്ങനെ കൊണ്ട് നമ്മൾ ശ്രദ്ധപ്പെടുകയാണെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ കേബിൾ മാറ്റാം. അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ പറയുന്ന പ്ലഗ് പോർഷൻ്റെ ആദ്യത്തെ സൈഡിൽ നിന്ന് ഒരു 2-3 ഇഞ്ച് മാറ്റി നമുക്കൊന്ന് കട്ട് ചെയ്യേണ്ടി വരും. കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് കണക്ഷൻ കൊടുക്കേണ്ടി വരും. അപ്പം നമ്മൾ ഈ പറയുന്ന ടോപ്പ് പോർഷനിൽ 2-3 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇത് വർക്കാവും. നോർമൽ ഈ ഭാഗങ്ങളിലാണ് ബ്രേക്കേജ് വരാനുള്ള ചാൻസ് കൂടുതൽ. കാരണം കാലക്രമേണയുള്ള ഈ പറയുന്ന യൂസേജ് കാരണം ഈ ഒരു ഭാഗത്ത് ബ്രേക്കേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്തും ബ്രേക്കേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ ടോപ്പ് ഭാഗത്ത് നിന്നൊരു 2-3 ഇഞ്ച് മാറ്റി നമ്മൾ കട്ട് ചെയ്ത് കണക്ഷൻ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക. അതില്ലെങ്കിൽ അതിനുശേഷം നമ്മൾ ഈ പറയുന്ന ഭാഗത്തു കൂടി ഒരു 2-3 ഇഞ്ച് മാറ്റി കട്ട് ചെയ്ത ശേഷം റീകണക്ഷൻ ചെയ്ത് കൊടുക്കുക. ഞാൻ എന്തായാലും ഇവിടെ നിന്നൊരു 2-3 ഇഞ്ച് കട്ട് ചെയ്തിട്ട് ഒന്ന് റീകണക്ഷൻ കൊടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇവിടെ നിന്നൊരു 3 ഇഞ്ച് മാറ്റി ഈ ഒരു നീളത്തിൽ നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ ഞാൻ ഈ ഒരു നീളത്തിൽ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഇനി ഇതിനൊന്ന് റീകണക്ഷൻ കൊടുക്കാം. നമുക്ക് പ്ലഗിലൊന്ന് കണക്ട് ചെയ്യാം. അങ്ങനെ ഞാൻ ഈ മുറിച്ച പോർഷൻ റീകണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിന് എല്ലാ കേബിളും നല്ല പ്രോപ്പറായിട്ടൊന്ന് ടൈറ്റാക്കി വയ്ക്കുക. ഓക്കെ, ഞാൻ ഓൾറെഡി ഇതിൻ്റെ കട്ട് ചെയ്ത ശേഷം ഇതിൻ്റെ കണ്ണിട്ട് ചെക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഓൾറെഡി ഇത് വർക്ക് ആവുന്നുണ്ട്. എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം. നമുക്കിനി 3 കേബിളിലൂടെ ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്യാം. ഞാൻ ആദ്യം ഗ്രീൻ വയർ ചെക്ക് ചെയ്യാം. ഗ്രീൻ വയർ നമ്മൾ നേരത്തെ ചെക്ക് ചെയ്താണ്, റീഡിങ് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഇനി നമ്മൾ ഈ ഫേസ് പോളാണ് നമ്മൾ നേരത്തെ കംപ്ലയിൻറ്റ് കാണിച്ചിരുന്നത്. നമുക്ക് ഫേസ് പോളും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം. കണ്ടോ, ഇപ്പോൾ ഫേസ് പോളിൽ ഇപ്പോൾ ഈ പറയുന്ന റീഡിങ് കാണിക്കുന്നുണ്ട്. ഫേസ് ഇപ്പോൾ വയറിങ് കംപ്ലയിൻ്റ് അല്ല, ഈ പറയുന്ന ബ്രേക്കേജ് ആയിട്ടുള്ള പോർഷൻ നമ്മൾ ഓൾറെഡി മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അത് വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് എർത്ത് നമ്മൾ നോർമലി അതിന് കംപ്ലയിൻ്റ് ആവാറില്ല. എന്നിരുന്നാലും നമ്മളത് വെരിഫൈ ചെയ്തോളൂ. കാരണം അതൊരു സേഫ്റ്റിയുടെ ഭാഗമാണ്. അതുകൊണ്ട് അപ്പോൾ ഈ പറയുന്ന 3 വയറും പ്രവർത്തനക്ഷമമാണ്. അപ്പം നമുക്കിതിനെ തിരിച്ച് പഴയ പോലെ ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് നമുക്കിതിൻ്റെ വർക്കിംഗ് ആവുന്നുണ്ടോ ഇല്ലയോ നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അയൺ ബോക്സ് കംപ്ലയിൻ്റ് ആവാനുള്ള മെയിൻ റീസൺ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഫ്യൂസിൻ്റെ പോർഷൻ ആവാം, രണ്ടാമത് കേബിളിൻ്റെ ആവാം, മൂന്നാമതായിട്ട് വരുന്നതെന്ന് പറയുന്നത് അതിൻ്റെ ഹീറ്റിംഗ് കോയിലാണ്. അത് ഇതിൻ്റെ അകത്തുള്ള ഹീറ്റിംഗ് കോയിൽ ബേണായി പോകുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതും നമുക്ക് വളരെ സിമ്പിളായിട്ട് അതിൻ്റെ കണ്ടിട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അതായത് നമ്മുടെ ഈ പറയുന്ന ഫേസ് പോളും ഫേസ് കണക്ഷനും അതുപോലെ തന്നെ ഈ പറഞ്ഞ ന്യൂട്രൽ പോളും നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ റീഡിങ് എടുത്ത് നോക്കാം. അപ്പോൾ ഈ റീഡിങ് നമ്മൾ മൾട്ടിമീറ്ററിൽ രണ്ടും കൂടെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇതിൻ്റെ കോയിലിൻ്റെ കംപ്ലയിൻ്റ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കോയിലിൻ്റെ ഭാഗം കംപ്ലയിൻ്റ് ഇല്ല. അപ്പോൾ നമുക്ക് തന്നെ അങ്ങനെ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വലിയൊരു എമൗണ്ട് തന്നെ നമുക്ക് സേവ് ആവും. അടുത്തിട്ട് നമ്മുടെ ഈ ഹാൻഡ് ബോക്സ് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, കാണാൻ വരുന്നുണ്ട് നിങ്ങൾക്ക് പവർ ലൈറ്റ് കത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് മാറിയിട്ടുണ്ട്. ഓക്കെ, ചൂടാവുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഇത് പറയുന്ന അയൺ ബോക്സ് നമുക്ക് ശരിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെയുള്ള നല്ല നല്ല ടിപ്പുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സേഫായിരിക്കുക.